ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 39 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. തതോ ഭവതുപാസകോ ഝടിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സാ സമതിരൂഢ രൂപാന്തരാം അധസ്ഥലമജന്മുഷി വികസദഷ്ടബാഹുസ്ഫുരാം മഹായുധമഹോഗദാകില വിഹായ സാദിദ്യുതേ. അന്വയം അർത്ഥം. സ ആ കന്യക, ഭവതുപാസക അങ്ങയെ ഭജിക്കുന്ന ഭക്തൻ, മൃത്യുപാശാൻ ഇവ മൃത്യുപാശത്താൽ നിന്നെന്ന വണ്ണം, തര കംസന്റെ പിടിയിൽ നിന്നും, ഝടിതി വേഗം, പ്രമുച്യ വിമോചനം നേടിയിട്ട്, തരസായവ വേഗം തന്നെ, സമതിരൂഢ രൂപാന്തര മറ്റൊരു രൂപം ധരിച്ചവളായി, അധസ്ഥലം താഴോട്ടെ, അജഗ്മുഷി പോകാത്തവളായി, വികസദഷ്ടഭാഗസ്ഫുര മഹായുധം 8 കൈയിലും ശോഭിക്കുന്ന മഹായുധങ്ങളോടുകൂടി, വികായസാഗത ആകാശത്തിലൂടെ ഗമിച്ചവളായി, ദിദ്യുതേ ഖില ശോഭിച്ചു. അഹോ ആശ്ചര്യം. സാരം. ഭഗവത് ഭക്തന്മാർ ജനന മരണരൂപമായ സംസാരത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നത് പോലെ ആ പെൺകുട്ടി കംസന്റെ പിടിയിൽ നിന്നും വഴുതി താഴോട്ടു പോകാതെ കുതിച്ചുയർന്നു രൂപം മാറി 8 കൈയിൽ മാരകായുധങ്ങളേന്തി ആകാശത്തിൽ പ്രകാശിച്ചു നിന്നു. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. നൃശംസതരകംസ തേ കിമോ മയാ വിനിഷ്പിഷ്ടയാം ബഭൂവപദന്തക ക്വചന ചിന്ത്യതാം ദേഹിതം ഇതി ത്വതനുജാ വിഭോ ഖലു മുദീര്യതം ജഗ്മുഷി മരുൺഗണപണായിത ഭുവി ച മന്ദിരാണ്യേയുഷി. അന്വയം അർത്ഥം. നൃശംസതര കംസ അതിനിഷ്ഠുരനായ കംസ, വിനിഷ്പിഷ്ടയ അടിച്ചു പൊടിക്കപ്പെട്ട, മയാ എന്നാൽ, തേ നിനക്ക്, കിമു എന്താണ് പ്രയോജനം, ഭവതന്തക നിന്റെ അന്തകൻ, ക്വചന എവിടെയോ, ബഭൂവ ഉണ്ടായിട്ടുണ്ട്, തേ ഹിതം എനിക്ക് ഹിതമായിട്ടുള്ളത്, ചിന്ത്യതാം ചിന്തിച്ചാലും, ഇതി എന്നിപ്രകാരം, വിഭോ നാഥ, ത്വതനുജ അങ്ങയുടെ അനുരക്തിയായ ആ ദേവി, തം ഖലം ആ ദുഷ്ടനായ കംസനോട് ഉദീര്യ പറഞ്ഞിട്ട്, മരുദ്ഗണപണായിത ദേവസമൂഹത്താൽ പ്രശംസിക്കപ്പെട്ടവളായി, ജഗ്മുഷി തൻ്റെ സ്ഥാനത്തേക്ക് പോയി, ഭുവീച്ച ലോകത്തിലും, മന്ദിരാണി ഗൃഹങ്ങളെ, ഏയുഷി പ്രാപിച്ചു. ഹരിവു. സാരം. ദുഷ്ടനായ കംസ, എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാൻ പോകുന്നു? നിന്റെ അന്തകൻ ഭൂമിയിൽ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട്, നിനക്ക് ഹിതമായിട്ടുള്ളത് ചിന്തിക്കുക. ഇപ്രകാരം അരുളി ചെയ്തിട്ട് ദേവ സമൂഹത്താൽ സ്തുതിക്കപ്പെട്ടവളായ ദേവി ദിവ്യധാമ